ദൈവത്തിന് സ്തോത്രം. കടന്നു എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് ആയിരിപ്പാണ് ദൈവം നമ്മെ സഹായിച്ചവരുടെക്കായി സ്തോത്രം. സ്തുതികളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടതുകൊണ്ട് എപ്പോഴും സന്തോഷമുള്ള അനുഭവമാണ് സ്തുതിയെക്കുറിച്ച് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. അതുമായിട്ട് ബന്ധപ്പെട്ടുന്നതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പോകാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സന്ദേശം പലർക്കും അനുഗ്രഹമായി തീർന്നു. സന്തോഷമുണ്ട്. ചില കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ അത് വ്യക്തിപരമായി പറയാനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കും. അതായത് ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. ഈ സങ്കീർത്തനത്തെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ആരോഹണം എന്ന് പറയുന്നത്. അതൊരു മ്യൂസിക്കൽ ടൈമാണ്. സങ്കീർത്തനം എന്ന് പറയുന്നത് തന്നെ പാട്ടാണ്. എബ്രായർ അതിനെ പാട്ടുകൾ എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മ്യൂസിക്കൽ ടേമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ സരിഗമതനുസ പറയാറുണ്ട്, പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ഓരോന്നിനും സംഗീത ഉപകരണത്തിൽ ഉച്ചസ്ഥായിയിൽ അല്ലെങ്കിൽ താരസ്ഥായി അല്ലെങ്കിൽ സ്ഥായി കൂടി വരുന്ന ഒരു നോട്ടാണ് അതിങ്ങനെ മുകളിലേക്ക് പോകുന്ന ക്രമം. അത് തിരിച്ചു പാടുമ്പോൾ സന്നിധമവരിസം എന്ന് പാടുമ്പോഴത്തേക്ക് അത് അവരോഹണമെന്ന് പറയും. അപ്പോൾ മിക്കവാറും ആരോഹണ സങ്കീർത്തനങ്ങളിൽ അവരുപയോഗിക്കുന്ന കണ്ടൻറ്റ് പലപ്പോഴും അത് എഴുതിയേക്കുന്നതും ഒരു ആരോഹണത്തിലായിരിക്കും. മലയാളം പാട്ടുകളിൽ അത് അധികം വരാറില്ല. എന്ന് പറഞ്ഞാൽ മലയാളം പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഒരു സന്ദർഭത്തിനും അതിന് മാത്രമായിട്ടുള്ള പാട്ടുകൾ വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രീതി മനസ്സിലാകാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതാണ് ആരോഹണത്തെക്കുറിച്ച്. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനമാണ്. ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. എൻ്റെ ഒരു തിരിച്ചറിവ് ശരിയാണെങ്കിൽ ഇവിടെ അത്ര ഇല്ലെങ്കിലും നാട്ടിലൊരു കൂട്ടായ്മയിലോട്ട് പോയാൽ നമ്മളെ ഒരു 10,000 കണ്ണുകൾ വീക്ഷിക്കുന്നോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവിടെ ജീവിക്കുന്നത്. അങ്ങനെയല്ല ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്. നമ്മിലുള്ള അടിമത്വം തീർച്ചയായിട്ടും മാറണം. നമ്മൾ ആരുടെയും അടിമയല്ല, ഒരു ശക്തിയുടെ അടിമയല്ല. നമ്മൾ ക്രിസ്തുവിന് സ്വയം സമർപ്പിച്ചവരാണ്. നമ്മൾ അടിമയല്ല, നമ്മൾ ക്രിസ്തുവിന് സ്വയം സമർപ്പിച്ചവരാണ്. ദൈവത്തിന് സ്വയം ശത്രുവിനെ പ്രതിരോധിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും കഴിഞ്ഞ ദിവസത്തെ മെസ്സേജ് ചർച്ച ചെയ്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. സന്തോഷമുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഞാൻ നല്ല സ്വഭാവം അല്ലാതെ നടന്നപ്പോൾ ഏലിയാവ് എന്നെ പോലെയാണെന്നൊക്കെ ഞാൻ ധരിച്ചിട്ടുണ്ട്. ഏലിയാവിന് നമ്മുടെ അതേ ശരീരമുണ്ട്, നമ്മെപ്പോലെ മനസ്സുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ലോക സാഹചര്യങ്ങളെല്ലാം ഏലിയാവും അനുഭവിക്കുന്നുണ്ട്. ഇതൊറ്റവാക്കി പറഞ്ഞു പോയി. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഒന്നുകൂടെ പറയുന്നത്. ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മേക്കാൾ നന്നായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഏലിയാവിന് കഴിഞ്ഞു. അത് പറഞ്ഞ ആ വാക്യം പറഞ്ഞൊരു സന്ദർഭം കൂടെ ഉണ്ട് കേട്ടോ. 3.5 വർഷം മഴ പെയ്യാതിരിക്കാൻ ഏലിയാവ് പ്രാർത്ഥിച്ചു. ഇന്ന് 3.5 വർഷം പോയിട്ട് ഒറ്റ വർഷം പ്രാർത്ഥിക്കാൻ നമുക്ക് എളുപ്പമാണോ? അല്ല. എൻ്റെ ഇന്നത്തെ ജീവിതത്തിൽ ഇതുവരെ സമൂഹത്തിൻ്റെ ഒരു ഇഷ്ടത്തിന് വിരോധമായിട്ട് പ്രാർത്ഥിച്ച ഒരു ദൈവദാസനെ ഒരു സന്ദർഭത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. തിരുവല്ലാക്കാരൻ പി വി വർഗീസ് അദ്ദേഹത്തിൻ്റെ പേര് പി വി ആണെന്ന് മനുഷ്യൽ അദ്ദേഹത്തിൻ്റെ പേര്. ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ സുഖമില്ലാതെ കിടക്കുന്നു. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇതാണ്: കർത്താവേ, ഉപവാസ പ്രാർത്ഥന തീരുന്നവരെ ഒന്നും സംഭവിക്കില്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പിന്നെ അവസരത്തിൽ ആവശ്യം ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. അതൊക്കെ എൻ്റെ വിശദാംശങ്ങൾ വേണമെങ്കിൽ പറയാം.
ദൈവം സ്തുതികളിൽ വസിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സ്തോത്രം പറയുമ്പോഴത്തേക്ക് അതിൻ്റെ മേളിൽ ദൈവം വന്ന് ഇങ്ങനെ താമസിക്കുന്നു എന്നല്ല. ഇന്നിപ്പം ഇവിടെ ഇരിക്കുന്ന ആരടുത്ത് ചോദിച്ചാലും കഷണ്ടിക്ക് കേരളത്തിൽ എവിടെ എണ്ണ കിട്ടുമെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവർക്കും അറിയാം. എങ്ങനെ അറിയാവുന്നേ? അയാൾ ഫേസ്ബുക്കിലെ പോസ്റ്റിന്റെ മേലിൽ വസിക്കുക. സംശയമുണ്ടോ? അല്ലേ? ശരിയല്ലേ? ഇത് തന്നെയാണ് സ്തുതി എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച്, നിങ്ങൾക്ക് ദൈവത്തിനെക്കുറിച്ച് അറിയാവുന്ന വസ്തുതകളെക്കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആര് വസിക്കും? ആ ദൈവം മറ്റുള്ളവരെ ചെവികളിലേക്ക് എത്തും. ഇങ്ങനെയാണ് ദൈവം വസിക്കുന്നത്. അല്ല, നമ്മൾ 4 സ്തോത്രം ഇങ്ങനെ സിജോ നേരത്തെ എനിക്ക് വളരെ രസകരമായി തോന്നിയ സംഗതിയാണ് എന്ന് പറഞ്ഞാൽ അത് ഇത് പറഞ്ഞ വേറെ സംഗതി ഞാൻ കേട്ട ഓർമ്മ എൻ്റെ കയ്യിലുണ്ട്. എനിക്കൊന്ന് സിജോ അത് കേട്ടതാണ്. ഒരു പ്രസംഗിച്ച ദേവദാസന പറഞ്ഞ സ്തോത്രം പറയാൻ പറഞ്ഞിട്ട് പോരാന്ന് എവരെങ്ങനെ അറിയാവുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ കൂടുതൽ ഭീഷണിയും കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്കൊക്കെ പെട്ടെന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇദ്ദേഹം സ്തോത്രം പറയാതിരുന്നപ്പോഴേ അടുത്തൊരു ഭീഷണിയുടെ സംഗതി കൂടെ. ദൈവത്തിന് സ്തോത്രം. പലരും ജീവിതത്തിൽ ചില പ്രയാസങ്ങളെക്കുറിച്ച് പറയും. അവർക്ക് പ്രോത്സാഹനത്തിനായിട്ട് ഞാൻ ഒരു കാര്യം പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങാൻ പറ്റാത്ത ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾ നിൽക്കുന്നു എന്ന് തോന്നിയാൽ ആ സമയത്ത് വിശ്വാസത്തോടെ അന്തരാത്മാവിൽ നിന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. ഒരല്പസമയം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആ അനുഭവം എന്നോട് ഒന്ന് പറയാം. ഇത് ഒരാളല്ല, എനിക്ക് തോന്നുന്നത് ആയിരങ്ങൾ പരീക്ഷിച്ച് നല്ല അനുഭവം പ്രാപിച്ച ഒരു വസ്തുത തന്നെയാണ്. നമുക്ക് ഏറ്റവും ഭയം തോന്നുന്ന രംഗങ്ങൾ, നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന രംഗങ്ങൾ നമ്മൾ അങ്ങോട്ട് പിടിമുറുക്കും. മനസ്സിലായോ? നമ്മളെ കൊണ്ട് തനിച്ച് കഴിയുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അങ്ങോട്ടുള്ള പിടിയങ്ങ് മുറുക്കും. ദൈവത്തിന് ഞാനൊരു വസ്തുത ഭാഷയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് പറയുകയാണ്. നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. ഇടയായി തീർന്നു. അതിൻ്റെ അർത്ഥം ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരും? കേട്ടില്ല. കാരണമായി തീർന്നു. ഓക്കെ, വേറെ ഏതെങ്കിലും? നടന്നു ഇടയായി തീർന്നു എന്ന് പറയുമ്പോഴോ? എങ്ങനെ? കറക്റ്റ് ഉത്തരമാണ്. യാദൃച്ഛികമായി അത് സംഭവിച്ചു. അതാണ് ശരിയായ മലയാള ഭാഷയുടെ ഉത്തരം. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, പെന്തക്കോസ്തുകാർ ഈ വാക്ക് ചുമ്മാ ഉപയോഗിക്കുമെന്നൊരു പരിഹാസം ലോകത്തുണ്ട്. അത് നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കണം. രണ്ടാമത്, നിങ്ങൾ ഈ വാക്ക് ഉപയോഗിക്കുമ്പം ഈ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഇനി മറ്റൊരു വാക്കുകൂടെ ഇതിൻ്റെ കൂടെ പറയാം. യദൃച്ഛയാ സംഭവിച്ചു എന്നുള്ള യദൃച്ഛയ എന്നുള്ള വാക്ക് യഹൂദ വിശ്വാസികൾക്ക് ഒരു കോഷർ വേർഡല്ല. കോഷർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹലാൽ എന്ന് ഉപയോഗിക്കുന്നതിന് പകരം ഏതാണ്ട് സിമിലറായിട്ട് അല്ലെങ്കിൽ അതിന് അതേപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കോഷർ. അപ്പോൾ യദൃച്ഛയ എന്നുള്ള വാക്ക് അവർക്ക് കോഷർ വാക്കല്ല എന്നും പറയാം. ദൈവത്തിന് സ്വാഗതം. നമുക്കിവിടെ മുമ്പൊരു വെൽക്കം കാർഡ് ഉണ്ടായിരുന്നു. ആ കാർഡിൽ വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ, 1-2 കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും ഒരു കുട്ടി ഒന്നിലധികം വ്യക്തികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നുവെങ്കിൽ ആ കുട്ടിയും രക്ഷകർത്താക്കളിൽ ഒരാൾ പുറത്തു കൊണ്ടുപോകും. ഫോണ് അത്യാവശ്യ സർവീസുകളിൽ ഓൺ കോൾ ഡ്യൂട്ടിയിലുള്ളവർക്കാണ് അനുവദനീയമായിട്ടുള്ളതാകത്ത്. അതും ശബ്ദം കേൾക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ 2 കാര്യം അത്യാവശ്യമായിട്ടൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ.
ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇതേവരെ കണ്ടില്ല. എന്നാലും ജസ്റ്റ് പുതിയതായിട്ട് വന്നവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാർഡൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇന്നലെ വന്നെന്നുള്ള എൻ്റെ അറിവ്. എൻ്റെ ഒരു നിർദ്ദേശമാണ്, ഈ ആൺകുട്ടികളെ പ്രത്യേകിച്ച് നമ്മളെ വീടുകളിലുള്ള ക്ലോസറ്റിൽ യൂറിനൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. പൊതുസ്ഥലങ്ങളിലൊക്കെ നിന്നുകൊണ്ട് പുരുഷന്മാർക്ക് മൂത്രം ഒഴിക്കാൻ വേണ്ടിയുള്ള, ഇപ്പോൾ സ്ത്രീകൾക്കും ഒഴിക്കാൻ വേണ്ടിയുള്ളൊരു സൗകര്യം ഉണ്ട്. അതല്ല, നമ്മുടെ വീടുകളിലെ ടോയ്ലറ്റിൽ എങ്ങനെയാണ് അവർ മൂത്രം ഒഴിക്കേണ്ടതെന്ന് അവരെ ഒന്ന് പഠിപ്പിക്കണം. ഇനി അവർ അഡമൻ്റായിട്ട് നിർബന്ധമായിട്ട് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ദിവസം ചെന്ന് അവിടെ അതിൻ്റെ കാര്യം സീറ്റിലൊക്കെ ഒന്ന് വൃത്തിയേടാക്കി ഇട്ടേച്ച് അവരുടെ അടുത്ത് രണ്ടിന് പോകാൻ പറയണം. അന്നേരം അവർക്ക് അതിൻ്റെ ആ സന്തോഷം മനസ്സിലാവും. നമ്മൾ വസിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഈ പൊതു ടോയ്ലറ്റിൽ എവിടെങ്കിലും 2 മിനിറ്റ് അകത്തൊരു 3-4 പേര് കയറി ഇറങ്ങുന്നതിനിടയ്ക്ക് നിങ്ങളൊന്ന് നിന്നാൽ മതി. ഈ ബാക്ടീരിയോ ഫോബിയ എന്ന് പറയുന്ന ഒരു അസുഖമുള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വൃത്തികേട് ഒഴിച്ച് ബാക്കി എല്ലാം വൃത്തികേടാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ. എൻ്റെ നിർവചനമാണ് കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഈ വാക്ക് എന്ത് നിർവചനം നിങ്ങൾ പോയി പഠിച്ചു. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറി അവർ ഈ ടിഷ്യൂ ആവശ്യമില്ലാതെ വാരിയിട്ടങ്ങ് ഉപയോഗിക്കും. ഏറ്റവും അവസാനം ഒരു ടിഷ്യൂ എടുത്ത് കതവ് തുറന്നു വെച്ച് ഇങ്ങനെ കാലുകൊണ്ട് പിടിച്ചേച്ച് പിടിക്കാൻ വേണ്ടി ഈ ടിഷ്യൂ എടുക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ തുറന്നു വെച്ചേച്ച് കാലുകൊണ്ട് ഇങ്ങനെ വെച്ചേച്ച് ഈ ടിഷ്യൂ അവിടെ എറിയും. എന്നിട്ട് ഇദ്ദേഹം കൈ തൊടാതെ ഇറങ്ങി നടന്നങ്ങ് പോകും. ഇത് കഴിഞ്ഞ് പിന്നെ പരിശുദ്ധമായ ഒരു ലോകത്തേക്ക് ഇദ്ദേഹം പോകുന്നു. നിങ്ങളിപ്പം പത്രങ്ങളിലോ എവിടെയെങ്കിലുമൊക്കെ വായിച്ചു കാണും, അയർലൻഡിലും കാനഡയിലും ഒക്കെ നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് പ്രോത്സാഹനം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കാര്യം? പൊതു ഇടങ്ങളിൽ അവിടുത്തെ സംസ്കാരം മനസ്സിലാക്കി പെരുമാറാൻ അറിഞ്ഞുകൂടാ. പൊതു ഇടങ്ങളിൽ നമ്മൾ ഇനിയും നന്നായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് വാക്യൂം ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കണമെന്നുള്ളത്. നമ്മൾ ക്രിസ്തുവിനെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഈ ക്രിസ്തു എവിടെയെങ്കിലും കാണണം നമ്മൾ പുറത്തോട്ട് നടക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ഒരു മാനദണ്ഡങ്ങൾ പലപ്പോഴും ശരിയല്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു മാനദണ്ഡമാണ് വീണ്ടും പറയുക. ഈ യേശുക്രിസ്തു കടലിൽ കൂടെ നടന്ന് ചെന്നപ്പോൾ ഒരു ശിഷ്യൻ ആരാ പുറത്തിറങ്ങി നടന്നു, ഞാനും കൂടെ നടക്കട്ടെ എന്ന് പറഞ്ഞു. ചോദിച്ചാരാ? പത്രോസ്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവനാരായി? അല്പവിശ്വാസിയായി. വള്ളത്തിൽ ഇരുന്നവന്മാരോ? ഇതാണ് മാനദണ്ഡം. വള്ളത്തേലിരുന്ന മുഴുവൻ എണ്ണവും അവിശ്വാസി, ഈ നടന്നവൻ അല്പവിശ്വാസി. ഇതാണ് മാനദണ്ഡം. സംശയമുണ്ടോ? ദൈവത്തിന് സ്വാഗതം. മുമ്പ് ദൈവാലയത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ അവിടെ ശുശ്രൂഷ ചെയ്യാൻ നമുക്ക് കുറേ മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ശാരീരികമായ ഒരു പ്രശ്നം നമ്മളെ ശുശ്രൂഷയിൽ നിന്ന് വിലക്കും. ലേവ്യ കുടുംബത്തിൽ ജനിച്ചാൽ മാത്രം പോരാ. അതുകൊണ്ട് തന്നെ ശുശ്രൂഷകളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുള്ളവരായിരിക്കണം. ദൈവസഭയിൽ ശുശ്രൂഷയില്ലാത്ത ആരുമില്ല. ദൈവസഭയിൽ ഒരു ശുശ്രൂഷയെങ്കിലും ചെയ്യാത്ത ആരുമില്ല. നിങ്ങൾ ചെയ്യുന്നത് എല്ലാം ശുശ്രൂഷയാണ്. നിങ്ങൾ ഇതിനകത്ത് വന്നോ നിങ്ങളൊരു ശുശ്രൂഷ ചെയ്തേച്ചാ പോകുന്നത്. ഞാൻ തെളിയിക്കാം, നിങ്ങൾക്കത് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. ഏലിയുടെ മക്കളെക്കുറിച്ച് നമുക്കറിയാം. അത് കുടുംബ വിഷയമൊന്നുമല്ല, അത് പൗരോഹിത്യ വിഷയമാണ്. കാര്യം ഈ 2 പേരും ജനിച്ചത് ആരായിട്ടാണ്? പുരോഹിതന്മാരായിട്ടാണ് ജനിച്ചത്. അവർക്ക് ജീവിതത്തിന് പ്രത്യേകിച്ച് ദൈവാലയത്തിൽ പെരുമാറുന്നതിനൊരു മാനദണ്ഡമുണ്ട്. അപ്പൻ്റെ പേരും പറഞ്ഞേച്ച് യാഗം തീരുന്നതിന് മുമ്പ് ഇറച്ചി കുത്തിക്കൊണ്ട് പോകും. എന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ യാഗത്തെ അലക്ഷ്യമാക്കുക. ഞാൻ കഴിഞ്ഞ ആഴ്ച 1-2 പേരോട് പറഞ്ഞു, വെളിയിലല്ല പ്രധാനമായിട്ട് ഫെലോഷിപ്പ് നടക്കുന്നത്. ഫെലോഷിപ്പ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇതുണ്ടെങ്കിലേ വെളിയിൽ എന്തോ ഉള്ളു, സ്വറപറച്ചിലും വെള്ളം കുടിയേ ഉള്ളൂ. ഇവിടെ ഇതില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വന്ന് അവിടെ നിന്ന് വെള്ളം കുടിച്ചു പോകാൻ പോകുന്നു.
ലേവ്യ പുസ്തകം 21:17 മുതൽ ഒരു 3-4 വാക്യം ഒന്ന് വായിച്ചു, 20 വരെ. വേറെ ആൾ ആവർത്തനം 23:1. യഹോവയോട് പറയേണ്ടതെന്നാൽ നിന്റെ സന്തതിയിൽ അനുഗ്രഹീതനായവൻ നിന്റെ ദൈവത്തിന്റെ ഭോജനം അർപ്പിക്കാൻ ഒരിക്കലും അടുത്തു വരരുത്. അംഗഹീനായ യാതൊരുത്തിനും അടുത്തു വരരുത്. കുരുടൻ, ഉടന്തൻ, പതിമൂക്കൻ, അധികാരൻ, കാലൊടിഞ്ഞവൻ, കൈയൊടിഞ്ഞവൻ, കൂനൻ, മുണ്ടൻ, മുക്കനൻ, ചൊറിയൻ, ഒരിച്ചുണങ്ങൻ, ഷണ്ണൻ എന്നിങ്ങനെയുള്ളവരുമല്ല. അടുത്ത വാക്യം ആവർത്തനം 23:1. മതി. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഫിലിപ്പോസ് കണ്ട ആ വ്യക്തിയെ ഷണ്ണൻ എന്നാണ് എഴുതിയേക്കുന്നെങ്കിലും അയാൾ ഷണ്ണനല്ല. ഷണ്ണൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ പണ്ട് അങ്ങനെ പേര് വിളിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നതെന്ന് പഠിക്കുന്നവർ സാധാരണ പറയുന്നു. സംഭവം പറഞ്ഞാൽ മനസ്സിലായോ? ഫിലിപ്പോസ് ഒരാളിനെ പോയി കണ്ട് അവിടുന്ന് ഫിലിപ്പോസിനെ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന തിരിച്ചു കൊണ്ടുപോയൊക്കെ എയർ ലിഫ്റ്റ് ചെയ്ത് ജീവിതത്തിൽ അയാൾക്ക് മാത്രം കിട്ടിയൊരു അനുഭവം അല്ലേ. ഇനി ഈ ഒരു വാക്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അവരെ അങ്ങനെ ജനിപ്പിച്ചതാരാ? ദൈവം. അവർക്കൊരു തെരഞ്ഞെടുപ്പില്ലാത്ത ഒരു സംഗതിയിൽ അവരെ ആലയത്തിൽ നിന്ന് നിഷേധിക്കുക എന്ന് പറയുന്നത് യോഗ്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ പഴയ നിയമത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? വരുവാനുള്ളവയുടെ എന്തിന് നിഴലായിരിക്കും ഇത്? അതെ, വരാനിരിക്കുന്ന ഒരു യാഗത്തിന്റെ നിഴൽ ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. അല്ലാതെ അവരെ എങ്ങും മാറ്റി കളഞ്ഞൊന്നുമില്ല. ദൈവം അവരെ തള്ളിക്കളഞ്ഞതും അല്ല. തൽക്കാലം ഒരു ദൈവാലയം, ഇവർ പണിഞ്ഞേക്കുന്ന ദൈവാലയത്തിന്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാ? ഒന്ന് അതിവിശുദ്ധ സ്ഥലം, അവിടെ ആര് വസിക്കുന്നു? ദൈവം നേരിട്ട് അവിടെ വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വാസം. കൃപാസനം, കെരൂബുകൾ മറച്ചിരിക്കുന്ന കൃപാസനത്തിൽ ദൈവം വസിക്കുന്നു. അതിന്റെ തിരശ്ശീലേക്ക് ഇപ്പുറം വരെ ആര് പോകും? പുരോഹിതൻ പോകും. വർഷത്തിൽ ഒരു തവണ അപ്പുറത്തോട്ട് പോകും. ഈ പോകുന്നവൻ എന്തായിരിക്കണം? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാകുന്നവൻ ആരായിരിക്കരുത്? ഒരു ഊനമുള്ളവനായിരിക്കരുത്. അതുകൊണ്ടാണ് ഊനമില്ലാത്തൊരു യാഗമായിട്ട് യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ആ ബന്ധം മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ അവിടെ ആൾക്കാരെ ദൈവം തള്ളിക്കളഞ്ഞതൊന്നുമല്ല. 2 വസ്തുതകളിലൂടെ സൂക്ഷിച്ച് ചിന്തിച്ചേച്ച് ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ നാം ഓരോ പ്രവൃത്തി, ഒരു ദൈവവേദനു ശേഷം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആത്മീക ശുശ്രൂഷയാണെന്ന് തിരിച്ചറിയാതിരിക്കുന്നു. നമ്മളെ ഒരു ദൈവവേദലായിട്ട് തിരിച്ചറിയുന്ന ഓരോരുത്തരും നമ്മളുടെ ഓരോ പ്രവൃത്തികളും ദൈവവേദലിന്റെ പ്രവൃത്തിയായി തന്നെയാണ് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സംശയം കാണും. കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 8:10 വായിച്ചു. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിരിക്കുന്നത് ഒത്തും കണ്ടാൽ ബലഹീനനെങ്കിൽ അവന്റെ മനസാക്ഷി വിഗ്രഹാർപ്പണങ്ങൾ തിന്നുവാൻ തക്കവണ്ണം ഉറക്കുകയില്ലയോ? മതി. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന മാത്രം കണ്ടതാണ്. ബലഹീനൻ, അവൻ ബലഹീനനായത് തന്നെ നമ്മുടെ കുഴപ്പം. അവനെ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? അവനെ ചേർത്തുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് വേണ്ട പ്രവർത്തികൾ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ന്യായമായിട്ട് ഒരു ബലഹീനൻ നമ്മുടെ ഇടയിൽ ദീർഘനാൾ ഉണ്ടാകരുത്. ഉണ്ടെങ്കിൽ തന്നെ അതൊരു ദൈവവചന സംബന്ധമായിട്ട് ശരിയായൊരു വസ്തുതയല്ല. ആത്മീയ വളർച്ചയില്ലാതെ ഒരു ദൈവവചനം ജീവിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്നറിയാം? വയസ്സിന് മൂപ്പ് വരും. വയസ്സിന് മൂപ്പ് വരുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ തോന്നൽ എന്താ? ഞാൻ വാസ്തവമായിട്ട് മൂത്തിട്ടുണ്ടെന്നാണ്. എന്നാൽ ഒരു മെസ്സേജ് പറയുമ്പോഴോ അദ്ദേഹം പറയും ഞാൻ മൂത്തില്ല എന്ന് പറയും. ദൈവാലയ കാര്യങ്ങളിൽ ഒരുപാട് പേർക്ക് വളരെ താല്പര്യമുണ്ട്. അതെനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു ദിവസം മനസ്സിലായി. പ്രത്യേകിച്ച് ആരാധന ദിവസങ്ങളിൽ എങ്ങനെയോ ആൾക്കാർ ചോർന്ന് അറിഞ്ഞു അടുത്ത ദിവസം മീൻകറി വയ്ക്കുന്നത് മനോജാ. അപ്പോൾ ഒരാൾ
മനോജ് പിരിയമുളക് ഉപയോഗിച്ചാൽ മതി. വേറൊരാൾ പറഞ്ഞ് പച്ചമുളക് അധികം വേണ്ട. ഈ പിരിയമുളക് പറഞ്ഞ ആൾ വെളിയിലോട്ട് പോയപ്പം കേട്ടോണ്ട് നാളെ പിരിയമുളകൊന്നും വേണ്ട, മറ്റേ മുളക് തന്നെ ഉപയോഗിച്ചു. ഫലത്തിൽ എന്തോ വേണ്ട, മനോജിന് ഇഷ്ടമില്ലാത്തൊരു മീൻകറി വെച്ചുകൊണ്ട് വന്ന് എന്തോ ചെയ്യണമെന്ന് എനിക്ക് തരണമെന്ന്. ഇദ്ദേഹത്തിൻ്റെ പേര് ശുശ്രൂഷകൻ നമ്മൾ വിളിക്കുന്നത്. ദൈവത്തിന് സ്വാഗതം. ഉത്സാഹം നോക്കിക്കോണം. നമ്മുടെ ഓരോ പ്രവൃത്തികളും വേറൊരാൾ അറിയാതെ പിൻപറ്റിക്കൊണ്ടിരിക്കുക, നമ്മളറിയാതെ. നമ്മളവരെ പഠിപ്പിക്കണം, നമ്മളവരെ നേർവഴിക്ക് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ നടപ്പ് നമ്മൾ കാണാതെ ശ്രദ്ധിക്കുന്ന ഒരാൾ നമ്മളെപ്പോലെ നടക്കാനിടയാകും. അല്ലെങ്കിൽ നമ്മളെ പ്രവൃത്തി നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ അറിയാതെ ചെയ്തൊരു വസ്തുതയാണെങ്കിൽ അത് 10 തവണ അവർ ആവർത്തിക്കാനിടയാകും. അതിൻ്റെ ഉത്തരവാദി നമ്മളായിരിക്കും. ദൈവത്തിന് സ്വാഗതം. നമ്മളിപ്പോൾ വിശ്വാസത്യാഗികളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം ഇതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പറയാം. നമുക്ക് ദൈവം തന്നേക്കുന്ന ഒരു അധികാരം. ഇനി മറ്റൊരു കാര്യം കൂടെ ഓർത്തോ, ദൈവസഭയിൽ ശുശ്രൂഷകളുണ്ട്, ശുശ്രൂഷകളുമായിട്ട് ബന്ധപ്പെട്ട അധികാരങ്ങളില്ല. ഇടയനുണ്ട്, പ്രവാചകനുണ്ട്, അപ്പോസ്തലനുണ്ട്. ശുശ്രൂഷകളുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അധികാരങ്ങളില്ല. അധികാരങ്ങൾ പണ്ട് പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് ആരോപിച്ച ശേഷം നമ്മൾ സ്വയം അങ്ങ് അവരോധിക്കുകയാണ്, ഞാൻ ഈ അധികാരിയാണ്. ഒരിക്കലും ശുശ്രൂഷയ്ക്ക് ഒരു വിധത്തിലുള്ള അധികാരവുമില്ല. എന്നാൽ അവർക്ക് അധികാരം ആത്മാവിൽ ലഭിക്കുന്ന ചില വസ്തുതകളുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്കിതിനകത്ത് ശുശ്രൂഷകൻ്റെ ഒരു അധികാരം ദൈവം കൊടുത്തിട്ടില്ല, ശുശ്രൂഷ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി ആത്മാവിൽ അധികാരം വരുന്ന വസ്തുതകളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസന്റെ ആ പരിധി വിട്ട് ഒരു വിശ്വാസി പുറത്തു പോകത്തില്ല. ഇനി പുറത്തു പോയാൽ ദൈവം തീർച്ചയായിട്ടും മടക്കി കൊണ്ടുവരും. 1 കൊരിന്ത്യർ 6:2-3 വാക്യങ്ങൾ. ലോകത്തെ വിധിക്കുമെന്ന് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലല്ലോ. ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിക്കാൻ നിങ്ങൾ അയോഗ്യരോ? ഐഹിക കാര്യങ്ങളെ എത്രയധികം. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരം ഉണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? 4. ഇനി 5, 6, 7 വായിച്ചു. നിങ്ങൾക്ക് ലജ്ജിക്കാൻ ഞാൻ ചോദിക്കുന്നു, ഇങ്ങനെ സഹോദരന്മാർക്ക് മധ്യ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനി നിങ്ങളുടെ ഇല്ലയോ? അല്ല, സഹോദരൻ സഹോദരനോട് വ്യവഹരിക്കുന്നു, അതും അവിശ്വാസികളുടെ മുമ്പിൽ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യായം സഹിച്ചു കൊള്ളാത്തത് മതി. നമുക്കറിയാം, ഇന്ന് വ്യവസ്ഥാപിത പെന്തക്കോസ്ത് സഭകൾക്കെല്ലാം കുറഞ്ഞതൊരു 10 കേസെങ്കിലും പ്രാദേശിക സഭകളുമായിട്ടുണ്ട്. ഈ വചനം പറഞ്ഞ് അവരെ തിരുത്താൻ പറ്റിയ ആരെങ്കിലും ഇന്ന് ലോകത്തുണ്ടോ? ആരും തിരുത്തത്തില്ല. ഇത് നമ്മൾ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ടോ? നമ്മളിതുമായിട്ട് ബന്ധപ്പെടുന്നൊന്നുമില്ലല്ലോ. ഇത് ചെയ്തേച്ച് വരുന്നവരെയാണ് നമ്മളെന്തോ ചെയ്യുന്നത്? അവരെ നമ്മളെന്തോ കേൾക്കുന്നത്? അവർക്ക് സത്യസന്ധമായിട്ട് ഉപദേശിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? കഴിയുമായിരിക്കും അല്ലേ? നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വിഷയമൊന്നും അല്ലല്ലോ. നമ്മുടെ ഇടയിൽ തമ്മിലൊരു വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ ലജ്ജാകരമെന്നാണ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് വിവാഹമോചനം വരെ പുറത്തു പോയി വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ, നമുക്കും കുട്ടികളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ വിവാഹത്തിൻ്റെ രീതികൾക്ക് തന്നെ മാറ്റം വരണം. കുട്ടികൾ വിവാഹം കഴിക്കേണ്ടവർ ഒരു ക്രിസ്തീയ കൗൺസിലറുടെ മധ്യത്തിൽ അവർ പരസ്പരം പരിചയപ്പെടുകയും അവർ പരസ്പരം വിവാഹത്തിന് പറ്റുന്നവരാണോ എന്ന് വിവേകമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. കാരണം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച്
സത്യാവസ്ഥ പറഞ്ഞാൽ സാമ്പത്തിക അവസ്ഥ മാത്രമേ ചോദിക്കുന്നുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ നീലിന് വേണ്ടി പെണ്ണന്വേഷിച്ച് തുടങ്ങി. ഒരു പെണ്ണിനെ വിളിച്ച് ആ പെണ്ണ് അപ്പൻ്റെ നമ്പർ തന്നു. അപ്പം പറഞ്ഞു, മോള് അയർലൻഡിലോട്ട് പഠിക്കാൻ പോവുക, അപ്പോൾ അവിടെ ജോലിയുള്ള ആരെങ്കിലും അവൾക്കൊരു കൂട്ടിന് കിട്ടുമെങ്കിൽ ആകട്ടെ എന്ന് വിചാരിച്ച് പരസ്യം കൊടുത്താണ്. എന്ത് ഒറ്റ മാനദണ്ഡമേ ഉള്ളൂ, ഈ ചെറുക്കൻ പെന്തക്കോസ് ആയിരിക്കണം, അയർലൻഡിൽ ജോലി ഉണ്ടായിരിക്കണം. വേറെ ഒരു മാനദണ്ഡവുമില്ല. നാളെ ഇത് കണ്ണീരും കൈയായിട്ട് വീട്ടിൽ വരുമെന്നുള്ളതിനൊന്നും ഒരു ചിന്തയുമില്ല. ഈ കൊച്ചിൻ്റെ ആഗ്രഹം എന്താ? എങ്ങനെയുള്ള ഒരുത്തനുമായിട്ട് ജീവിക്കാനാണ് ഇവളുടെ ആഗ്രഹം? ഭാവിയിൽ ഇവൾക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹം? എന്ത് ദൈവപ്രവർത്തിയായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ കുട്ടിക്ക് താല്പര്യം? അതല്ല എവിടെ ജീവിക്കാൻ ആഗ്രഹം? അതാണോ ഈ വരാൻ പോകുന്നവൻ അയർലൻഡിൽ ഇരിക്കുന്നവൻ ആഗ്രഹം? ഇതൊന്നും നമുക്കറിയണ്ട. നമുക്കിപ്പോൾ ഒരു സെക്യൂരിറ്റി വേണം. അയർലൻഡിൽ ചില അടിയും പിടിയൊക്കെ ഉണ്ട്, അതിന് ഒരു ബോഡി ഗാർഡ് വേണം. ഇതൊക്കെ മാനദണ്ഡം. കാര്യം നേരത്തെ വാവയുടെ കാര്യം അന്വേഷിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ അനുഭവിക്കുകയും ചെയ്താ. അങ്ങനെയല്ല വേണ്ടത്. അവരുടെ ഭാവിയെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാൻ പഠിക്കണം. ഇനി അവിശ്വാസികൾ വിശ്വാസ സമൂഹത്തിൽ ഒത്തിരി കൂടുതലാണ്. ഇവരുടെ നിന്ന് മതം എന്തോന്ന് ചോദിച്ചാൽ അവരെന്തോ പറയും? പെന്തിക്കോസാന്ന് പറയും, ഇല്ലേ? ക്രിസ്ത്യൻ പെന്തിക്കോസാന്ന് പറയും. നിങ്ങൾ പെന്തിക്കോസാണോ? നിങ്ങൾ പെന്തിക്കോസല്ല. നിങ്ങൾ പെന്തിക്കോസ് ആവണമെങ്കിൽ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഈ സഭയോട് ചേരാൻ, പരസ്യമായിട്ട് ക്രിസ്തുവിൽ ചേരാൻ സ്ഥാനപ്പെട്ട് ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് ചേർന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ പെന്തക്കോസാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. അതല്ല എങ്കിൽ നിങ്ങൾ സ്വയം പോലും പറയാത്തൊരു സംഗതി, സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം വരുമ്പോൾ എങ്ങനെ പറയാൻ പറ്റുന്നത്? കല്യാണം കഴിക്കാൻ വരുമ്പോൾ ചോദിക്കുമ്പോൾ എങ്ങനെ പറയാൻ പറ്റുന്നത്? പക്ഷേ ഇതെല്ലാം എന്തോ പറയും? കറ തീർന്ന പെന്തക്കോസ് കൊടുപ്പം. നമ്മൾ വിശ്വസിക്കുന്ന ഇതാ. ഇതിൻ്റെ കൂടെ ഒരു സെൻട്രൽ പാസ്റ്റർ കൂടെ ഈ സംഗതി എന്നുള്ള ശരി വെച്ചാൽ നമ്മൾ ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് അപ്പോഴേ മോതിരം കൈമാറി, വാക്ക് കൈമാറി, പൈസയും കൊടുത്തു. പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നാട്ടുകാർ ചോദിക്കുന്ന സംഗതി എന്ന് പറഞ്ഞാൽ വളരെ അപമാനകരമാണ് പലതും. നമ്മൾ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തേണ്ടത് ജീവിതത്തിൽ. ഒന്ന് ശമൂവേൽ 2:17 ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി വായിച്ചു. ഇങ്ങനെ ആ യൗവനക്കാർ യഹോവയുടെ വഴിപാട് നിന്നിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. മതി, ദൈവത്തിന് ശാപം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഈ ഗസ്റ്റ് പാസ്റ്റർമാരെ വീക്ഷിച്ചതുകൊണ്ട് എനിക്കറിയാം. അവർ വന്നിവിടെ ഇരിക്കും. അവരെഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ പറയണം. ആദ്യത്തെ 3 എണ്ണം ആദ്യം, അത് ഗ്രാൻഡാണ്, നിർബന്ധം. അത് കഴിഞ്ഞാൽ പിന്നെ ഈ വോയിസ് മോഡുലേഷൻ അനുസരിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം. അത് ഒരു വോയിസ് മോഡുലേഷൻ, ഹൈ മോഡുലേഷനിൽ ഒരു സെൻറ്റൻസ് കംപ്ലീറ്റ് വരികയോ ഒരു സെൻറ്റൻസ് ആവർത്തിക്കുകയോ ചെയ്താൽ നമ്മളെ കൈകൊട്ടി ആത്മാവിൽ ആരാധിക്കണം. പക്ഷേ നിങ്ങൾ സങ്കീർത്തനം പറയുമ്പോൾ ഇദ്ദേഹം അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ ആദ്യം വിചാരിച്ചത് നാരായണ ഗുരുവാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അല്ല പറഞ്ഞ കേട്ടോ. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം ഇതാ. ഞാൻ എഴുന്നേൽക്കുമ്പോൾ വേണം എല്ലാവരും ഇവിടെ കാണണം, ആരും അശ്രദ്ധമായിട്ട് ഇരിക്കരുത്. പക്ഷേ ഞാൻ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ എനിക്ക് പല കാര്യങ്ങളും ഇവിടെ പ്രാർത്ഥന ദൈവസന്നിധി ഇരിക്കുമ്പോൾ ആലോചിക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അതങ്ങ് ആലോചിക്കും. ഞാൻ പാട്ട് പാടുമ്പോൾ നിങ്ങളെല്ലാവരും പാടിക്കണം. പക്ഷെ നിങ്ങൾ പാടുമ്പോൾ ദൈവത്തിന് സ്തുതി. ഞാൻ വീട്ടിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ നിങ്ങളെല്ലാവരും പറയണം. പക്ഷെ നിങ്ങൾ വയ്ക്കുമ്പോൾ ബിജു എന്നെ അടുത്തൊരു 3 ദിവസത്തേക്ക് ഇന്നലത്തെ ആഹാരം കഴിക്കും. ഞാൻ കണ്ണുടച്ചങ്ങ് പറഞ്ഞാൽ ഉറപ്പാന്നോ? കാര്യം ജോസും ഇല്ലായിരുന്നു, അവിടെ ആള് കുറവായിരുന്നു.
ഞാൻ പലപ്പോഴും പറയാറുള്ള, നിങ്ങളൊരു 10 മണിയാകുമ്പോൾ ഒന്ന് വിളിച്ച് പറഞ്ഞ് ചെല്ലണം, ഭക്ഷണം വെച്ചേക്ക് ഞങ്ങൾ വന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ചെന്ന് അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോന്നാൽ പോലും ആ വീട്ടുകാർക്ക് സന്തോഷമായിരിക്കും. തിന്നാൻ മാത്രം വന്നെന്ന് അവരെ ഹൃദയത്തിൻ്റെ അടുത്തൂടെ പോലും പോകത്തില്ല. സംശയം ഉണ്ടെങ്കിൽ അതിന് അഥവാ നിങ്ങൾക്കൊരു ഭാരം തോന്നുമെങ്കിൽ ഇറങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട് ആ വീട്ടുകാർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേച്ചു പോകും. കർത്താവെ ഇവരെ അനുഗ്രഹിക്കണം, ഇവരെ മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണം, ഇവരെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം എന്നൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോകും. അതിലും വലിയ കാര്യമുണ്ടോ? അതിലും വലിയ വില കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വിചാരം പ്രാർത്ഥനയ്ക്ക് ആ കൃത്യ സമയത്ത് ചെന്നില്ലെങ്കിൽ ആരും തരത്തില്ലെന്നാണോ? ഒന്നുമല്ല. നിങ്ങളൊന്ന് വിളിച്ച് പറഞ്ഞേരെ. അത് നമ്മുടെ അപ്പച്ചിയുടെ ചേട്ടൻ്റെ ഭാര്യയുടെ മക്കളെ നൂലേട്ടാന്ന് വിളിച്ച് പറഞ്ഞാൽ നമ്മൾ വിളിച്ച് പറഞ്ഞേച്ച് പോകും. നമ്മളൊരു പൊതിയും കൂടെ കൈ കൊണ്ടു. എന്നാൽ പിന്നെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മുടെ ഒരു സഹോദരൻ നമ്മൾ വിളിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ അതിലും കൂടുതൽ ബന്ധം കാണിക്കണ്ടേ? തീർച്ചയായിട്ടും വേണം. നമ്മുടെ ഓരോ നിലപാടുകളും ചോദ്യം ചെയ്യപ്പെടുന്നു. ദൈവത്തിന് സ്വാഗതം. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ വിധിക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചേക്കുന്നത്. വിധിക്കുന്നവൻ വിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരരുത്. ക്രിസ്തുവിനോടൊപ്പം താഴേക്ക് വന്ന് വിധിക്കാൻ വേണ്ടി വരേണ്ടവരാണ് നമ്മൾ. നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരാളെങ്കിലും ഈ ലോകത്ത് അന്നുണ്ടെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ വരത്തില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ കൂടെ ന്യായാധിപന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വിധിക്കാനിരിക്കുന്ന ഒരാൾ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തുമെന്ന്? ഒരിക്കലും കാണത്തില്ല. അങ്ങനെ ആ കൂട്ടത്തിൽ വരാമെന്ന് വിചാരിക്കരുത്. അവിടെ വന്ന ചോദ്യം ചെയ്യപ്പെടാത്ത സ്ഥലത്ത് നിൽക്കുന്ന ഓരോരുത്തരും അതിനകത്ത് വരും. നമ്മളെക്കുറിച്ചൊരു അപവാദം പറയാൻ, ന്യായമായ ഒരു അപവാദം ചുമ്മാ പറയാൻ മറ്റവനുണ്ട് എപ്പോഴും. അത് അവൻ്റെ ജോലി അതായത് അവൻ ചെയ്യുന്നത്. ഇത്രയും ഒരു പ്രയോജനമില്ലാത്ത ജോലി ഇതുപോലെ ചെയ്യാൻ ഇത്രയും ഉത്സാഹമുള്ള വേറെ ആൾ ലോകത്തിലെന്ന് ഞാൻ പറയും. നമ്മൾ എത്ര തവണ ആട്ടി ഓടിച്ച് നോക്കാം, പിന്നെയും വരും. നമ്മൾ ഒരു തവണ ആട്ടി ഇറക്കിയാൽ പോകും, പിന്നെ പോകത്തില്ല. കോപിച്ചാച്ചെന്നൊക്കെ നമ്മൾ എത്ര തവണ പറയുന്നുണ്ട്. ഒരു ലജ്ജയില്ലാതെ പിന്നെയും വരും. ദൈവത്തിന് സ്വാഗതം. നമ്മളെ വിധിക്കാൻ വേണ്ടിയ ദൈവം കൂട്ടിച്ചേർത്ത് താഴേക്ക് കൊണ്ടുവരും. ആ നമ്മൾ ആരുടെ കൂടാ വരുന്നതെന്ന് ഓർമ്മ. ആരുടെ കൂടാ? യേശുക്രിസ്തുവിൻ്റെ കൂടെ. ആ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഉള്ള അവസ്ഥകൾ ഓർമ്മ ഉണ്ട്. അവൻ്റെ മുമ്പിൽ ചെന്ന ഒരു ന്യായവും തീർക്കാതെ അവൻ പോയിട്ടില്ല. നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. വ്യഭിചാര കുറ്റത്തിന് പിടിച്ചേച്ച് മരണവിധിയുമായിട്ടാണ് ഒരു കൂട്ടം അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് എന്ത് ചെയ്യേ? അവര് കൊല്ലാൻ വിധിച്ചയാൾ മാനസാന്തരത്തോടെ അവിടുന്ന് പോയി. ബാക്കി എല്ലാവരും ലജ്ജയോടെ തിരിച്ചു പോയി. എന്തായാലും അവരെ ഉള്ളിലൊരു കുറ്റബോധവും മാനസാന്തരവും അവർക്കും കിട്ടി. ഈ സ്ത്രീക്ക് മാനസാന്തരവും ലഭിച്ചു. നിത്യജീവൻ അവർ അവകാശിയായി തീർന്നു. നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ തീർക്കാത്ത ഒരു കേസുമില്ല. ദൈവത്തിന് സ്വാഗതം. എത്ര ഭാരമേറിയതായാലും ധൈര്യമായിട്ട് ചെല്ലാം. ഇത്രയും ഒരു ആശ്വാസമുള്ള നമുക്ക് എന്തിന് പേടിക്കണം? ഇത്രയും വലിയൊരു പ്രത്യാശയുള്ള നമുക്ക് ആരെ ഭയന്നോടണം? ദൈവത്തിന് സ്വാഗതം. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വിശ്വാസത്തിലും പ്രത്യാശയിലും ഉള്ളവർ യാതൊരു വിധത്തിലും ഒരു ഭയപ്പാട് വേണ്ട. കാരണം നമുക്ക് ദാവീദ് പറഞ്ഞ പോലെ കണ്ണു അടച്ച് പറയാം, ഞാൻ ചെന്ന് അവരെ കാണാം. അവർ ഈ ലോകം വിട്ടുപോയ ധൈര്യമായിട്ട് പറയാം, ഞാൻ ചെന്നവരെ കാണാം. ദൈവത്തിന് സ്വാഗതം. അത്രയും പ്രത്യാശയും സന്തോഷവും നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ പ്രത്യാശയെ വെളിപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങളാണ്. നമ്മുടെ ദൈവത്തെ വെളിപ്പെടുത്താൻ പറ്റുന്ന അവസരങ്ങളാണ്. അതിനു വേണ്ടി തന്നെ ആ ബോധ്യത്തോടു കൂടി ഉപയോഗിക്കണം. ദൈവത്തിന് സ്വാഗതം. നാം ശുശ്രൂഷയിലാണെന്നുള്ള കാര്യം മറന്നുപോകരുത്. ഞാൻ കൊരിന്ത്യർ ലേഖനം വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം. നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ശുശ്രൂഷയെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. എന്താ? നിങ്ങൾ വെറുതെ പോയിരുന്ന ഭക്ഷണം കഴിച്ചതേ ഉള്ളൂ. വേറൊരുത്തരും ചെയ്ത് എന്തോ ചെയ്തു? അവൻ സ്ഥിരമായിട്ട് അങ്ങ് ചെയ്തു. നിങ്ങളപ്പം ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ എന്ത് സംഭവിക്കും? വേറൊരുത്തൻ അത് സ്ഥിരമായിട്ട് ചെയ്തോളൂ. ഒറ്റ ദിവസം ചിലപ്പോൾ ചെയ്താൽ മതി. ആ ബന്ധം മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന് സ്വാഗതം. നമ്മുടെ ഓരോ പ്രവൃത്തി
തുടക്കത്തിൽ പറഞ്ഞ പല കാര്യങ്ങളിലേക്ക് ഞാൻ പിന്നെയും കടന്നു പോകുന്നില്ല. നമ്മുടെ ഉത്സാഹം അത് നമ്മൾ വീണ്ടും തിരിച്ചറിയണം. നമ്മളെ വീക്ഷിക്കുന്നവരാരുണ്ട്? നമ്മളെ ഏറ്റവും നന്നായിട്ട് വീക്ഷിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. കാര്യം അകവും പുറവും അവർക്കറിയാം. ഉദാഹരണത്തിന് ഒരു ഗസ്റ്റ് കയറി വന്നു, ഗസ്റ്റിൻ്റെ മുമ്പ് ചിരിച്ചതും ചായ കൊണ്ട് കൊടുത്തതും ഗസ്റ്റിന് അറിയാവൂ. പക്ഷേ അകത്തോട്ട് കയറുമ്പോൾ എണ്ണം കെട്ട നേരത്തെ കയറി വന്നേക്കുന്നു എന്ന് പറഞ്ഞതും ആർക്കറിയാം? ഈ കൊച്ചിനറിയാം. ഇവിടെയാണ് നമുക്ക് ട്രാൻസ്പെറൻസി വേണ്ടത്. മനസ്സിലായോ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ അലോസരം തോന്നുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവിടെ ഒരു ട്രാൻസ്പെറൻസി നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമായിട്ടുണ്ടെങ്കിലേ നമുക്കിവിടെ യോഗ്യമായൊരു ജീവിതം ചെയ്യാൻ കഴിയും. സ്നേഹം എന്ന് പറയുന്നത് സുവിശേഷത്തിന് വേണ്ടി പുറത്തു പോയി കാണിക്കാൻ വേണ്ടിയുള്ള സംഗതി ആകരുത്. ഇത് അകത്തോട്ട് വരണം. ക്രിസ്ത്യാനികൾക്ക് പലപ്പോഴും ഇല്ലാതെ പോയത് അതാണ്. കാര്യം അവരിതൊരു വ്യവസായമായിട്ട് എടുത്തു. അതിന് വേണ്ട ടൈം ടേബിളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർക്കൊരു ഭക്ഷണം കൊടുക്കുക, അത് കഴിഞ്ഞ് അവരെ കെട്ടിപ്പിടിക്കുക, തിരിച്ചു പോവുക, പിന്നെ ഒരു 6 മാസത്തേക്ക് ആ വഴിക്ക് പോകാതിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഛത്തീസ്ഗഡ് ഇപ്പം വളരെ ഉണർന്നു നിൽക്കുന്നൊരു സന്ദർഭമാണ്. ഞാൻ അവിടെ ഒരിക്കൽ പോയ ഒരു സന്ദർഭം ഓർത്തു പോവുകയാണ്. 2 ദൈവദാസന്മാർ സംസാരിച്ചു. അതിലൊന്ന് ഞാനായിരുന്നു. 3ാമതൊരാൾ സംസാരിച്ചപ്പോൾ മാത്രം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അങ്ങ് അഭിഷേകം. എനിക്ക് അവസാനം സംശയം തോന്നി. ഞാനും ചുമ്മാ സ്തോത്രമൊക്കെ പറയാൻ തുടങ്ങി. കാര്യം പറയുന്നതിനായിട്ട് കണക്ഷനൊന്നുമില്ല, എന്നാലും ഞാനൊരു വിശ്വാസിയാണോ എനിക്കത് മനസ്സിലാകാത്ത വല്ല ആണോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോയി. അത്രയ്ക്ക് ഭയങ്കര ഒരു ആത്മവ്യാപാരം അവരിൽ മേൽ. എനിക്കിന്നും അതിൻ്റെ തത്വം എന്താണെന്ന് മനസ്സിലായിട്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മളുടെ ലക്ഷ്യങ്ങൾ നല്ലതായിരിക്കണം. അകത്ത് ക്രിസ്തു ഉള്ള വ്യക്തികളായി തന്നെ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് പുറത്ത് കാണിക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഒരു ആത്മീയ ശുശ്രൂഷകൻ്റെ സ്ഥാനത്ത് നിന്ന് ഉത്തരവാദിത്വത്തോടെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ബോധ്യം നമുക്ക് എല്ലാ ദിവസവും എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. ഞാൻ എൻ്റെ കൂട്ടായ്മയിൽ പ്രത്യേകിച്ച് പേരെടുക്കപ്പെട്ട ഒരാളൊന്നും അല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളൊരു 5 വർഷം മിക്കവാറും ഇവിടെ പരസ്പരം സംസാരിക്കുന്നവർ ഇവിടെ കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല. എന്നാലും നിങ്ങൾ ചില വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് ദൈവം നിങ്ങളെ വിശ്വാസ ജീവിതത്തിൽ നിൽക്കാൻ സഹായിച്ചു എന്നൊരു സാക്ഷ്യം പറഞ്ഞു. ഈ അച്ഛൻ 10 വർഷമായി. അപ്പോൾ ഈ കേട്ടവൻ ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ ഈ അച്ഛൻ ചെയ്യുന്ന കാര്യം ഇദ്ദേഹം ചെയ്യാൻ പോകുന്നു. കാര്യം അവൻ നോക്കിയപ്പോൾ കേട്ടതിൽ ഏറ്റവും കൂടുതൽ വർഷം അച്ഛൻ്റെ. അപ്പം നമുക്ക് അനുകരിക്കാൻ പറ്റിയൊരു മാതൃക അച്ഛനായി. വർഷമൊക്കെ പറയുമ്പോൾ ഓർത്തോണം, നമ്മളെ പിൻപറ്റാൻ ചിലർ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മോട് സംസാരിച്ച ചില കാര്യങ്ങളുണ്ട്. ഈ കൂട്ടായ്മയ്ക്ക് ഒരു ഉണർവ് പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ചിലരെ കൂട്ടി വരുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ കൂട്ടത്തെ, ഈ ഒരു ഉണർവിനെ, അതിന് നേതൃത്വം കൊടുക്കാനും അതിൻ്റെ യഥാർത്ഥ ശുശ്രൂഷ വഹിക്കാനും നിങ്ങൾ പ്രാപ്തരാകണം. ഇത് പ്രാപ്തരാകുമ്പോൾ തീർച്ചയായിട്ടും ഇത് സംഭവിക്കും. അതിന് മാസങ്ങളൊന്നും വേണ്ട, ദിവസങ്ങൾ മതി. നിങ്ങൾ അതിനായി സമർപ്പിക്കപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തി നമ്മൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്വാഗതം. ജീവിതം തന്നെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്കായിട്ട് സമർപ്പിക്കപ്പെട്ടവരായിട്ട് നമുക്ക് കടന്നു പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.